ബീഹാറിലും തമിഴ്നാട്ടിലും അസമിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഓരോ 5 വർഷം കൂടുന്തോറും നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ എന്നതിനപ്പുറത്തേക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും സവിശേഷത ഉണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. അതെന്താണെന്ന് മനസ്സിലാവാൻ തമിഴ്നാട്ടിലേക്കും പശ്ചിമ ബംഗാളിലേക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തെരഞ്ഞെടുപ്പിൽ 108 സീറ്റ് നേടിയ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയെ ഗവർണർ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നില്ല. കേവല ഭൂരിപക്ഷം തെളിയിക്കാനുള്ള നമ്പറുമായി വരണമെത്രേ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല രീതികൾക്കും തുടക്കമിട്ടവരാണ് BJPയുടെ ഗവർണർമാർ. ആ കളി അവർ തുടരുകയാണ്. ഇനി ബംഗാളിൽ എന്താണ് നടക്കുന്നത്? ഇതൊരു സാധാരണ ഭരണമാറ്റമായി കണക്കാക്കാൻ കഴിയില്ല. രാജ്യത്ത് SIR നടപ്പിലാക്കിയതിനു ശേഷം ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 90 ലക്ഷം വോട്ടർമാരാണ്. BJP ജയിച്ച പകുതിയിലധികം മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം SIRന് ശേഷം പട്ടികയിൽ നിന്ന് ഒഴിവായവരുടെ എണ്ണത്തേക്കാൾ കുറവായിരുന്നുവെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം പല സ്വതന്ത്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പതിറ്റാണ്ടുകളായി RSS താഴെത്തട്ടിൽ നടത്തിയ നിശബ്ദമായ പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമാണിതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ BJPയുടെ വിജയത്തിന് പിറകെ ആഘോഷങ്ങൾ മാത്രമല്ല ബംഗാളിലെ തെരുവുകളിൽ കാണപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാനത്ത് അക്രമം വ്യാപകമായി. BJP പ്രവർത്തകർ ബുൾഡോസർ ഉപയോഗിച്ച് തൃണമൂൽ ഓഫീസ് തകർത്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പോലീസ് 80 പേരെ അറസ്റ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സംഘർഷങ്ങളിൽ പുകയുകയാണ് ബംഗാൾ. ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾക്ക് സമാന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു ചിലത് നടക്കുന്നുണ്ട്. BJPയുടെ വിജയ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുറത്തു നടക്കുന്ന അക്രമങ്ങളുടെ മറ്റൊരു പതിപ്പായി മാറുകയാണ്. ഓൺലൈൻ ആക്രോശങ്ങളും നേരിൽ നടക്കുന്ന അതിക്രമങ്ങളും പരസ്പരം വളമാകുന്ന കാഴ്ച. സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയുടെ വിജയം ആഘോഷിക്കപ്പെടുന്നത് പഴയ മുറിവുകൾക്കുള്ള പ്രതികാരമായിട്ടാണ്. TMCയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും BJPയെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്നവർക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾക്കിടയിലാണ് ഓൺലൈൻ ലോകത്ത് വെഞ്ചൻസ് അഥവാ പ്രതികാരം എന്ന വാക്ക് ട്രെൻഡിങ് ആവുന്നത്. ഒന്നും മറക്കരുത്, ഒന്നും പൊറുക്കരുത് എന്നാണ് എക്സിലെ ഹിന്ദുത്വ അക്കൗണ്ടുകൾ ആഹ്വാനം ചെയ്യുന്നത്. ഇത്രയും കാലം ഇടതിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെന്നാണ് ഈ പോസ്റ്റുകളുടെ എല്ലാം ഉള്ളടക്കം. മുൻപ് പലപ്പോഴും പ്രധാനമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബംഗാളിലെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ പ്രയോഗവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. അസൻസോൾ ഉത്തർ എന്ന മണ്ഡലത്തിലെ ഒരു അമ്പലം ഇത്തരം പ്രചാരണങ്ങൾക്ക് വേദിയായത് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിലാണ്. പ്രാദേശികമായ ചില തർക്കങ്ങൾ കാരണം വർഷത്തിൽ 2 തവണ മാത്രം തുറക്കാറുള്ള ഈ അമ്പലം ഭക്തർക്ക് വേണ്ടി പൂർണ്ണമായും തുറന്നു കൊടുക്കുമെന്ന് ആ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കൃഷ്ണേന്ദു മുഖർജി ഉറപ്പു നൽകിയിരുന്നു. അസൻസോൾ മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും BJP ജയിച്ചതോടെ വലിയ ജനപങ്കാളിത്തത്തോടെ കൃഷ്ണേന്ദു മുഖർജിയുടെ നേതൃത്വത്തിൽ അമ്പലം തുറന്നു. ഇതിനെങ്ങനെയാണ് സോഷ്യൽ മീഡിയ രാഷ്ട്രീയമായി ഉപയോഗിച്ചതെന്ന് ശ്രദ്ധിക്കുക. ഇൻകോഗ്നിറ്റോ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഹിന്ദുക്കളെ ആരാധന നടത്തുന്നതിൽ നിന്ന് തടയാൻ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ അടച്ചുപൂട്ടിയ ക്ഷേത്രം ഇന്നിതാ വീണ്ടും തുറന്നിരിക്കുന്നു. ക്രൂരനായ ഒരു മുസ്ലിം ഭരണാധികാരിയെ പരാജയപ്പെടുത്തിയ ആവേശത്തിലാണ് ബംഗാൾ. 35,000-ലധികം ആളുകൾ കണ്ട ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ പലതും തീവ്രമായ മുസ്ലിം വിരുദ്ധ സ്വഭാവമുള്ളവയായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ അന്ത്യമാണിതെന്നും പരിസരത്തുള്ള ബീഫ് ഹോട്ടലുകൾ അടച്ചുപൂട്ടുക എന്നും ഒക്കെയുള്ള ആക്രോശങ്ങൾ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു. വിദ്വേഷം പടർത്താൻ പഴയതും വ്യാജവുമായ വാർത്തകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. 2019 മുർഷിദാബാദിൽ നടന്ന ബന്ധു പ്രകാശ് പാലിന്റെയും അയാളുടെ ഗർഭിണിയായ ഭാര്യയുടെയും മകന്റെയും കൊലപാതകം. ഇയാൾ ഒരു RSS പ്രവർത്തനായിരുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അവകാശപ്പെട്ടത് കൊലയാളി ഒരു റോഹിംഗ്യ മുസ്ലിം ആയിരുന്നു എന്നും. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇനി പ്രതികാരം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഹിന്ദുത്വ അക്കൗണ്ടുകൾ പറയുന്നത്. എന്നാൽ ഈ ദാരുണമായ സംഭവം ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിലായിരുന്നുവെന്നും പ്രതി ഒരു ഹിന്ദുവാണെന്നും പോലീസ് അന്നേ തെളിയിച്ചതാണ്. കൊലപാതകത്തിന് യാതൊരു രാഷ്ട്രീയ മാനവും ഇല്ലെന്ന് ബന്ധു പ്രകാശ് പാലിന്റെ കുടുംബവും പറഞ്ഞിരുന്നു. മമതാ ബാനർജിയാണ് ഇക്കൂട്ടരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര. കാളിദേവി മമതയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള AI നിർമ്മിത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.
കൂടാതെ വളരെ മോശമായ രീതിയിൽ മമതാ ബാനർജിയെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ട്രോളുകളും മീമുകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഗവേഷകനും സാംസ്കാരിക വിമർശകനുമായ ആശിഷ് നന്ദി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്നത് ഒരു എക്സോർസിസം അഥവാ ബാധ ഒഴിപ്പിക്കൽ ചടങ്ങ് പോലെയാണ് എന്ന്. ഇല്ലാതാക്കാൻ എപ്പോഴും ഒരു പിശാച് അല്ലെങ്കിൽ ഡെമൺ അവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ അത് മമതയാണ്. ഈ തിയറി മുന്നോട്ട് വെച്ചത് തന്നെ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായ VD സവർക്കർ ആയിരുന്നു. വൈകാരികമായ സംഭവങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നും ഈ വിജയം കാണിച്ചു തരുന്നുണ്ട്. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ ട്രെയിനി ഡോക്ടറായിരുന്ന 31കാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട വാർത്ത മറന്നിട്ടില്ലല്ലോ. ഈ പെൺകുട്ടിയുടെ അമ്മ രത്ന ദേവ്നാഥ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചത് ജസ്റ്റിസ് വേവ് എന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാഴ്ത്തപ്പെടുന്നത്. ഹാത്രസിലെയും ഉന്നാവോയിലെയും ഇരകൾക്ക് എന്ത് നീതിയാണ് ലഭിച്ചതെന്ന ചോദ്യം പലരും തിരിച്ചു ചോദിക്കുന്നുണ്ട്. തത്വമസി പോലുള്ള അക്കൗണ്ടുകൾ വഴി NRC, CAA എന്നിവ നടപ്പിലാക്കാനും ബംഗ്ലാദേശി റാഡിക്കലുകളെ പുറത്താക്കാനുമുള്ള ആഹ്വാനങ്ങളും സജീവമാണ്. മുസ്ലിമായ ഒരു വ്യക്തി റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ BJPയുടെ കൊടി വീശിക്കാട്ടി ജയ് ശ്രീറാം വിളിക്കുന്ന കൊച്ചുകുട്ടികളുടെ വീഡിയോയും എക്സിൽ പ്രചരിക്കുന്നുണ്ട്. കശ്മീർ ഫയൽസ് എന്ന പ്രൊപ്പഗണ്ട സിനിമ ബംഗാളിൽ വീണ്ടും റിലീസ് ചെയ്യണമെന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഗ്രൂപ്പായ ബെല്ലിംഗ് കാറ്റ് നടത്തിയ വിശകലനത്തിൽ BJPയുടെ ബംഗാൾ, അസം ഔദ്യോഗിക പേജുകളിലെ വലിയ വിഭാഗം പോസ്റ്റുകളും ഐക്യരാഷ്ട്രസഭയുടെ ഹെയ്റ്റ് സ്പീച്ച് നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർഗീയ ധ്രുവീകരണത്തിലൂടെ നേടിയ ഈ വിജയം ബംഗാളിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ അന്തരീക്ഷത്തെ എങ്ങനെയൊക്കെയായിരിക്കും സ്വാധീനിക്കുക? ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഏറെക്കുറെ കാവ്യവൽക്കരിക്കപ്പെട്ടുവെന്ന് വ്യക്തമാണ്. പ്രതിരോധം ഉയർത്തിയിരുന്നവരെല്ലാം ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് രാജ്യം നീങ്ങുന്നത് എന്നതിൽ സംശയമില്ല.